അപ്പോൾ ഞങ്ങൾ പുതുപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അച്ഛനുണ്ട്. ഉമ്മൻചാണ്ടിൻ്റെ അടക്കിയ സ്ഥലം കാണിച്ചു തരാം. മെയിനായിട്ട് മുത്തശ്ശി മാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാവുണ്ട്. എത്ര വർഷം? 400 വർഷം. 300 വർഷം, 350 വർഷം പഴക്കമുള്ളൊരു മാവാണ് ഗൈസ്. അപ്പോൾ അവിടെയാണ് ഉമ്മൻചാണ്ടിനെ അടക്കിയേക്കുന്ന സ്ഥലം. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫുൾ പാടം. അവിടെ ഒരു പള്ളിയുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മണർക്കാട് പള്ളി. ഇവിടുത്തത് നമ്മുടെ പുതുപ്പള്ളിനൊക്കെ പോലെ തന്നെ അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. മണർക്കാട് പാപ്പനോ? അതോടെ ഇതാണ്. അതാണ് ഇവിടുത്തെ ആള്, മണർക്കാട് പാപ്പൻ. അപ്പോൾ ഞങ്ങൾ വന്ന് നമ്മുടെ സ്വന്തം പാലാപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പഴയ പാലാപ്പള്ളി. എത്താൻ പോവുകയാണ്. ഇപ്പം കാണിച്ചു തരാം. ഇപ്പം എത്തും വരാം. ഇതാണ് പഴയ പാലപ്പള്ളി. പുതിയ പാലപ്പള്ളി അറിയാം. യെസ്, തിരുപ്പള്ളി തോന്നുന്നു. ഇതുണ്ട്, ഇതിൻ്റെത് കാണിക്കുന്നുണ്ട്. ഒഴികോ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലമായ മർമല വാട്ടർഫാൾസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നടന്ന് അവിടേക്ക് ചെല്ലും. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ 1/2 കിലോമീറ്റർ നടന്ന് അവിടെ ചെല്ലും. ഇനി അവിടെ ചെന്നിട്ടുള്ള ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചു തരാം. അതാണ് വെള്ളം. അവിടെ ഇനി അത് ചെന്നടുത്ത് കാണാം. അപ്പോൾ നമ്മൾ മർമല വാട്ടർഫാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നല്ലൊരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചെന്നാണ്. എന്നാലും വീണ്ടും ഒന്നുകൂടി കണ്ടോ കാണാത്തവർ. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായി. അപ്പോൾ നമ്മൾ മർമല വാട്ടർഫാൾസിലേക്ക് വീണ്ടും അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായി. ഒരു മല കയറാനുണ്ട്. മന്ദം ഇറങ്ങി വരുന്നുണ്ട്. ഓട്ടെ റൈറ്റ്. അച്ഛനമ്മ കയറി വരുന്നുണ്ട്. കാട്ടിലൂടെ ഒരു യാത്ര. അങ്ങനെ നമ്മൾ മർമല വാട്ടർഫാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെയാണ് ചെടുമ്പേരി.
നമ്മളെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് മർമല വാട്ടർഫോൾസ്. നല്ല ഊട്ടാണ്. അമ്മയും എത്തിയിരിക്കുകയാണ് വെള്ളത്തിൽ. പറഞ്ഞോ. അങ്ങനെ ഞങ്ങൾ മർമല വാട്ടർഫാൾസ് വിട്ട് പോകുകയാണ്. താഴെ ലെഫ്റ്റ് ലെഫ്റ്റ്. വെള്ളമുണ്ടോ? ഞങ്ങൾ പോയില്ലല്ലോ. അപ്പോൾ ഗായ്സ് ഞങ്ങളങ്ങനെ ഒരു ജീപ്പ് സഫാരി പോവാണ് വാഗമണ്ണിൽ. അപ്പോൾ ഞങ്ങളൊരു ജീപ്പ് സഫാരിയിലാണ് വാഗമണ്ണിൽ. ഞങ്ങളങ്ങനെ ഒരു ജീപ്പ് സഫാരി എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തൊരു വെള്ളച്ചാട്ടം കട്ടിക്കൈ എന്ന് പറഞ്ഞത്. ആ കട്ടിക്കൈ വെള്ളച്ചാട്ടം അറിയാമോ? ആ, അത് ഇറങ്ങി പോകണം, ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം.
ഇലവീഴ പുഞ്ചിരി മല മാത്രമാണ്. എന്താ അവിടെ മലയല്ലേ? ആ നല്ലൊരു മൂത്രക്കടയില്ല. ബാർ റെസ്റ്റോറന്റ് ഇല്ലേ? ബാർ റെസ്റ്റോറന്റ് ഒക്കെ ഇല്ലേ? ആ ബാറോ? ആ ബാറോടെ ഉണ്ട്, ഒട്ടക്കുന്നിലുണ്ട്. അത് ബിയറാണ് വൈകി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് ഗായ്സ് കൊട്ടമല വ്യൂ പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു സ്ഥലം ഇതാണ്. നമ്മുടെ ജീപ്പിൽ വന്നതിലുള്ള കൊട്ടമല. എങ്ങനെയുണ്ട് കൊട്ടമല? ആൾക്ക് കണ്ണിന് സുഖേടാണ്, അതിൻ്റെയാണ് ഈ കണ്ണ് ചുവന്നിരിക്കുന്നത്. കണ്ണില്ലാത്ത മനുഷ്യത്തി. ഇതാണ് ആ സ്ഥലം അല്ലേ? ആരുമില്ലല്ലോ. അപ്പോൾ ഗായ്സ് ഇതാണ് ഇടുക്കി ഡാമിൻ്റെ പുറകുവശത്തുള്ള നമ്മുടെ വ്യൂ. എന്തോ അപ്പോൾ ഇതാണ് ആ വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് ഇതാണ്, നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. വാവ്. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പുറകിലാണ് ഈ സ്ഥലം. നൈസാണ് ഉണ്ടോ? നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തേക്ക് ഒരു ടണലാണ്, നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന ടണലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോഴേക്ക് ഇരുട്ടായി, നമ്മൾ ഓൾറെഡി ലൈറ്റായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ആ മർമല വാട്ടർഫാളിന് പോയതുകൊണ്ട് നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് എത്തിയേക്കണേ. അതുകൊണ്ട് കാണാൻ പറ്റുന്നറിയില്ല, കാണാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നാലാമത്തെ, അതായത് അവസാനത്തെ വ്യൂ പോയിന്റ്. രാത്രിയാണ് വ്യൂ പോയിന്റ് മൊത്തം കാണുന്നത്. ഇനി പകൽ വന്നൊരു ദിവസം കാണിച്ചു തരാം ഇതെല്ലാം. ഒരുപാട് റിസോർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. മൂന്നാറിലെ ഒരു വാഗമണ്ണിലെ ഒരു പ്രധാന വ്യൂ പോയിൻ്റാണിത്. കൈപ്പത്താൽ വ്യൂ പോയിന്റ് ഫുൾ റിസോർട്ടാണ് ഇവിടെ നിന്ന് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ഇലവഴ പുഞ്ചിറയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ പ്ലേസ് ഒന്നുകൂടി രാവിലെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നലെ കണ്ട ആ സ്ഥലം കൈതപ്പതാൽ വ്യൂ പോയിന്റ്. രാവിലെ ഇതെങ്ങനെയാണ്, ഇവിടെയാണ് ആ സ്ഥലം കൈതപ്പതാൽ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത്. ഇന്നലെ നമ്മൾ റിസോർട്ടൊക്കെ കാണിച്ച് ലൈറ്റൊക്കെ കാണിച്ച സ്ഥലമാണിത്. പറഞ്ഞോ. അപ്പോൾ ഇതാണ് കൈതപ്പതാൽ വ്യൂ പോയിന്റ്. ഇവിടെ നിങ്ങൾ നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലൊക്കെ മലനിരകളാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറയുമ്പോൾ താഴെയാണ് മരങ്ങൾ തന്നെ, മേളിൽ മരങ്ങളൊന്നുമില്ല.
ഇതാണ് ആ വ്യൂ പോയിന്റ്. അതൊരു സ്ഥലം തമിഴ്നാട്. ഇത് കമ്പന്തേനിയാണോ? ഇവരാ മറ്റമ്മയുടെ അപ്പുറത്തായിട്ട് വരൂലേ? അതിന് ഇതിലൊക്കെ മല. പിന്നെ താഴെ എന്തായാലും തമിഴ്നാടായിരിക്കില്ലേ? താഴെ എപ്പോഴും തമിഴ്നാടല്ലേ? അപ്പോൾ കൈതപ്പതാൽ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഇനി ഇലവര പൂഞ്ചിറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും. അതിൻ്റെ ഇലവര പൂഞ്ചിറയിൽ എത്തിയിട്ടുള്ള അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന്, അപ്പോൾ നമുക്ക് നടന്നു പോകേണ്ട കാര്യമില്ല. കാറിലൊരു ഓഫ് റോഡ് യാത്ര നോക്കട്ടെ. എവിടെ വരെ പോകുന്ന അറിയില്ല. മാക്സിമം പോകാൻ ജീപ്പ് പോകണ വഴിയാണ്. എന്നാലും നമ്മുടെ യോം വെച്ച് നമുക്ക് മാക്സിമം പോകാൻ പറ്റും നോക്കാം. ആയ നോക്കിയത് ഇവിടെ ഇങ്ങനെ വെക്കാം. വഴി കടന്ന് കൊടുക്കൂടുന്ന് പഠിക്കുന്ന സ്ഥലത്ത് എങ്ങനെ പിടിക്കാനാണ്? കുറച്ച് ദൂരം പോവാൻ പറ്റുന്നിടത്തോളം പോവാലോ. നമ്മളിപ്പോ അവിടുന്ന് വന്ന അത്ര മോശം റോഡൊന്നുമല്ല. നല്ല റോഡാണ്. ഇവിടെ ടവറൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. അവിടെ കയറി പോവില്ല. ഇവിടെ കുറച്ച് കയറ്റി പോട്ടെ. ആ ബൈക്ക് കെട്ടിക്കുന്ന റിവേഴ്സ് തിരിച്ചിടും. ഏത് ബൈക്ക്? ഈ ബൈക്കല്ലേ? അപ്പോൾ ഇതാണ് ഇലവീഴ പൂഞ്ചിറ. നമുക്കിവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരാം. ഇവിടെ വണ്ടി ഇട്ടിട്ട് പിന്നെ നടന്നു പോകണ്ടേ. നമ്മൾ ആ ഓഫ് റോഡ് എടുത്തില്ല. കാരണം വണ്ടി നമുക്കിവിടുന്ന് പോകാനുള്ളതുകൊണ്ട് എന്തെങ്കിലും പറ്റിയെങ്കിൽ പിന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ വണ്ടി ഇറക്കി. ഇനി ഇവിടുന്ന് ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇവിടെ നിന്ന് പിന്നെ നടന്ന് കയറി പോകണം. ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ അത്യാവശ്യം നടന്നപ്പോൾ മേളെത്തി. അമ്മ നടന്നു വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വരെയാണ് ജീപ്പുള്ളൂ. ഇവിടെ തെറ്റി വെള്ളം കയറാണ്ട് ഇവിടെ വരെ ജീപ്പ് വരും. അപ്പോൾ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ കയറി താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഇലവീഴ പൂഞ്ചിറയുടെ ഒരു വ്യൂ മൊത്തത്തിലുള്ളത്. ഞങ്ങൾ നേരെ വണ്ടി എടുക്കും. എൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കും. നേരെ വീട്ടിലേക്ക്. അതാണ് പ്ലാൻ.